നിസാർ എന്ന് പറഞ്ഞ വ്യക്തി ഇട്ടൊരു കമന്റ് ഉണ്ട്. മുമ്പൊക്കെ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ക്രൂരതയുടെ പര്യായമായിട്ടാണ് തോന്നിയിരുന്നത്. നീ ആ ധാരണയൊക്കെ മാറ്റിമറിച്ചു മാഹിനെ. ഇപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നിന്റെ വീഡിയോയിലെ പുഞ്ചിരിക്കുന്ന നിഷ്കളങ്കരായി സംസാരിക്കുന്ന ജൂതരെയാണ് ഓർമ്മ വരുന്നത്. യൂട്യൂബറായിട്ടുള്ള മാഹിനുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ മാഹിൻ നമ്മുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു കാരണവശാലും എനിക്ക് മാഹിനുമായി ബന്ധപ്പെട്ടൊരു വിഷയമൊന്നുമില്ല. മാഹിൻ നല്ലൊരു യൂട്യൂബറാണ്. നല്ല രീതിയിൽ ഈ പ്രായത്തിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നുമൊക്കെ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് മാഹിൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്ന എഫേർട്ടിനോട് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ മാഹിന്റെ രാഷ്ട്രീയം വെച്ച് ഒരു രാജ്യത്ത് നിന്ന് ആദ്യത്തെ 2-3 വീഡിയോ ഇടാൻ നേരത്തെ ആ രാഷ്ട്രീയം നിഴലിച്ച് നിൽക്കുമ്പോൾ അത് തിരുത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമായത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിരുന്നത്. അതല്ല മാഹിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മതമോ ജാതിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയവും നമ്മുടെ ഒരു വിഷയമായല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉണക്കാം. മാഹിൻ ഇപ്പോൾ ഇസ്രയേലുണ്ട്. മാഹിൻ ഇസ്രയേലിൽ പോയി ആദ്യത്തെ 3 വീഡിയോ ഇട്ടു. എയർപോർട്ടിലെ വീഡിയോ ഇട്ടു, പിന്നെ ഇസ്രയേൽ ജെട്ടികൾ എന്ന രീതിയിൽ വീഡിയോ ഇട്ടു. ഈ 2 വീഡിയോ ഒന്നും അല്ല നമ്മൾ റിയാക്ട് ചെയ്തത്. 3ാമത്തെ വീഡിയോ അതിനകത്ത് മാഹിന്റെ രാഷ്ട്രീയം വെച്ച് അവിടെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അവിടുത്തെ ചുവരിൽ അവിടുത്തെ ഇസ്രയേൽ സൈനികരോ അല്ലെങ്കിൽ അവിടെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ചില ചുവർ എഴുത്തുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ തെരുവുകളിലെ അറബ് വിരുദ്ധത എന്നുള്ളത് അതൊരു തെറ്റായ രീതിയിലുള്ള ഒരു മെസ്സേജാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് മാഹിൻ ഓർക്കണം എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത്. ഇപ്പോൾ മാഹിൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട്. ഇസ്രായേലിൽ ചെന്ന് അവിടെയുള്ള മനുഷ്യരെയൊക്കെ മാഹിൻ ഡയറക്റ്റ് കാണാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു രീതി എന്ന് വെച്ചാൽ നമുക്ക് ഇസ്രായേലിനെ പറ്റി ഡയറക്റ്റ് അറിയില്ല, നമ്മൾ ആ സ്ഥലത്ത് പോയിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഫലസ്തീൻ ഇസ്രായേൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു പക്ഷത്തേക്ക് മാറി നിൽക്കും. എന്നിട്ട് ഇസ്രായേലിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തുടച്ചു നീക്കണമെന്നും അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ നമുക്ക് അടിച്ചമർത്തണമെന്നും ഒക്കെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആൾക്കാരെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയിലുള്ള പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. മാഹിന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരുന്നു ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ. അപ്പോൾ മാഹിൻ ആ നാട്ടിൽ ചെല്ലുന്നു, ഇസ്രായേലിൽ ചെന്നിട്ട് എല്ലാ നാട്ടിലെയും പോലെ കുറെ മനുഷ്യരെ കാണുന്നു. അവര് മാഹിന് ഫുഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട്, പാർക്കിൽ നിന്ന് കണ്ട ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ് ഇപ്പോൾ മാഹിനോടൊപ്പം ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം മാഹിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ നടക്കുന്നത്. അവിടുത്തെ ഒരു ജൂത പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള പല ആൾക്കാരും മാഹിന് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അവർ നല്ല രീതിയിൽ മാഹിനോട് പെരുമാറുന്നു. റോഡിൽ നിൽക്കുമ്പോൾ ലിഫ്റ്റ് കൊടുക്കുന്നു. ഇപ്പൊ മാഹിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ പത്രത്തിൽ വായിക്കുന്നതോ ന്യൂസിൽ കേൾക്കുന്നതോ മാത്രമല്ല സത്യം. ആ നാട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ വലിയ മാറ്റം വരും എന്നുള്ള കാര്യം എനിക്കിപ്പം തോന്നുന്നു മാഹിന് മനസ്സിലായിട്ടുണ്ട്. അവിടെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ നേരത്തെ മാഹിന്റെ പഴയ രാഷ്ട്രീയത്തിന്റെ അച്ചുവയൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിലുള്ള പാവം മലയാളികളോടൊക്കെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള വിരുദ്ധതയും തീവ്രമായ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ കുത്തിക്കയറ്റുന്ന ചില അടുപ്പ് കൂട്ടി ചർച്ചകളൊക്കെ ഉണ്ട്. ഇവര് ഓരോ ദിവസം ഇരുന്ന് പറയും ഇതാ ഇസ്രായേൽ തകർന്നു, അവിടെ അത് വീണു ഇത് വീണു, ഇസ്രായേൽ ഒരു ഭാഗം തന്നെ ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നു. മാഹിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ പബ്ലിക്കായിട്ട് നടക്കുന്നു. അവിടെയുള്ള ആൾക്കാർ സ്കൂളിലും കോളേജുകളിലൊക്കെ പോകുന്നു, ആരാധനാലയങ്ങളിൽ പോകുന്നു, പബ്ലിക് സ്ഥലങ്ങളിൽ അവർ വിനോദസഞ്ചാരം നടത്തുന്നു. അവിടെ ഇതുവരെ ഒരു പരിചയമില്ലാത്ത മാഹിനെ അവിടെ ലിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ, യുദ്ധം ഒക്കെ നടക്കുന്നുവെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരെ ഇതൊന്നും ബാധിക്കുന്നില്ലെന്ന് മാഹിന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ നമ്മുടെ നാട്ടിലിരുന്ന് തീപ്പൊരി കത്തിച്ചു വിടുന്ന കുറെ ടീമൊക്കെ ഉണ്ട് മീഡിയക്കാർ. ഈ മീഡിയക്കാരെയൊക്കെ മാഹിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരുന്നിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന കുറേ മീഡിയക്കാരുണ്ട്. അതായത് ഇസ്രായേൽ ഒരു ഭാഗം വരെ ഒലിച്ചുപോയി, ഇസ്രായേൽ തകർന്നു, ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മാഹിന്റെ വീഡിയോ ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇപ്പം മാഹിനെ പോലുള്ള ആൾക്കാരെയും എന്തുകൊണ്ടാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കേട്ടുകേൾവിയുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നു പോകുന്ന ആൾക്കാരാണ് മാഹിനിപ്പോൾ ഉള്ള ആൾക്കാർ. മാഹിനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാഴ്ചകളുണ്ട്. എന്താണ് ഇസ്രായേൽ, അവിടുത്തെ മലയാളികളുടെ താമസം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൃഷി, അവിടുത്തെ ആൾക്കാരുടെ ജീവിതം, അവിടെ ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള രീതിയിലെല്ലാം മാഹിൻ ഇപ്പോൾ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ മാഹിൻ്റെ കൂടെ ഒരു പെൺകുട്ടി നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സമീപനം നമുക്ക് അതിനകത്ത് കാണാം. മാഹിനുമായി ബന്ധപ്പെട്ട് അവിടെ ആൾക്കാർ പെരുമാറുന്ന രീതി നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ ഇസ്രായേൽ വിരുദ്ധതയുമായി ജീവിച്ച കുറേ മനുഷ്യർ മാറി ചിന്തിക്കുന്നു മാഹിന്റെ കമന്റ് ബോക്സിൽ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. ഇനി മാഹിൻ ഫലസ്തീനിലേക്ക് പോട്ടെ, അവിടെയുള്ള മനുഷ്യരെ പറ്റി മാഹിൻ പറയണം. ഇപ്പം ഫലസ്തീന ആൾക്കാരോട് പുച്ഛമോ വെറുപ്പോ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മാഹിന്റെ വീഡിയോ കാണാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാരോടും സ്നേഹമൊക്കെ തുടങ്ങട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ പരസ്പരം വെറുപ്പ് കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഏകപക്ഷീയമായി മാഹിന്റെ വീഡിയോയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു വലിയ വിവാദം വന്നത്. വിവാദത്തിൽ മാഹിന് മനസ്സിലാകേണ്ടത് മനസ്സിലാവുകയും
വലിയ മാറ്റങ്ങൾ മാഹിയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പം കൃത്യമായ രീതിയിൽ മാഹിൽ പല സ്ഥലങ്ങളിൽ പോകുന്നു, ആൾക്കാരോട് പെരുമാറുന്നു. അതിന്റെ മാറ്റവും മാഹിയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പൊ മുജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാഹിന്റെ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: ഇസ്രായേലിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ പല യൂട്യൂബർമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും എത്ര വ്യത്യസ്തമായ നല്ല മനുഷ്യരാണ് അവിടെയുള്ളത്. ക്യാമറകളൊന്നും അവിടെ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കില്ല എന്നെല്ലാം ആയിരുന്നു പലരും പറഞ്ഞിരുന്നത്. അതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കേട്ടുകേൾവിയുള്ള ആൾക്കാർ ഇസ്രായേൽ വിരുദ്ധത കൊണ്ടുനടന്ന ആൾക്കാരുടെ കമന്റാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലരുടെയും തെറ്റിദ്ധാരണ മാറിക്കാണും. ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഫലസ്തീൻ വാർ വർഗീയ വിഷയമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണ്. അറബ്സ് ജൂതരോടോ ജൂതർക്ക് അറബികളോടോ ഒരു വിരോധവുമില്ല എന്ന് അസീസ് കമന്റ് ചെയ്യുന്നു. നൗഫലിന്റെ ഒരു കമന്റാണ്: മാഹിൻ പറയാൻ വാക്കുകളില്ല, ഇസ്രായേൽ വീഡിയോ എല്ലാം മിസ്സാവാതെ കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. യഹി ഇട്ടൊരു കമന്റാണ്: ഞാൻ ഇതുവരെ കരുതിയത് ഇസ്രായേൽ ജൂതന്മാർ മാത്രമുള്ളൂ എന്നാണ് കരുതിയത്. അവിടെ എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ, എല്ലാവരും നല്ല പെരുമാറ്റം. ഇതുവരെ ഇസ്രായേലിനെ പറ്റി കേട്ടതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായി. അതിന് മാഹിൻ പോകേണ്ടി വന്നു. നിന്റെ വീഡിയോ ദിവസവും വെയിറ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇക്ബാലിന്റെ ഒരു കമന്റാണ്: ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ മാഹിന്റെ വീഡിയോ സഹായിച്ചു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇത്രയും വൈവിധ്യമുള്ള മറ്റൊരു രാജ്യമില്ല. ചരിത്രപരമായ കാരണങ്ങളാൽ ഇവിടെ നടക്കുന്ന സംഘർഷങ്ങൾ അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അറബികളും ജൂതന്മാരും സമാധാനപരമായി ജീവിക്കുന്ന ഒരു ലോകം കൂടുതൽ സുന്ദരമായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഉണ്ട്. നിസാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു കമന്റ് ഉണ്ട്: മുമ്പൊക്കെ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ക്രൂരതയുടെ പര്യായമായിട്ടാണ് തോന്നിയിരുന്നത്. നീ ആ ധാരണയൊക്കെ മാറ്റിമറിച്ചു മാഹിനെ. ഇപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നിന്റെ വീഡിയോയിലെ പുഞ്ചിരിക്കുന്ന നിഷ്കളങ്കരായി സംസാരിക്കുന്ന ജൂതരെയാണ് ഓർമ്മ വരുന്നത്. നീ കേരളത്തിന് അഭിമാനമാണ് മാഹി. ഇസ്രായേലിനെ കുറിച്ചുള്ള ചിന്താഗതി മാറി യഥാർത്ഥമായി അവിടെ പോയ ഫീൽ സമാധാനം വരട്ടെ എന്നുള്ള രീതിയിൽ പല കമന്റ്സും നമുക്ക് അതിനകത്ത് കാണാം. അതായത് നമ്മുടെ നാട്ടിലെ പൊട്ടക്കിണറ്റിൽ ഇടുന്നത് തവളയായിരുന്നു പലരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ കുറെ മീഡിയ വൺ പോലുള്ള ചാനലുകളിൽ അടുപ്പ് കൂട്ടി ചർച്ചക്കാരിരുന്ന് വിദ്വേഷം വലിയ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ട് കുറെ മലയാളികൾ ഇസ്രായേലിൽ നടക്കുന്നതെല്ലാം, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുഴുവൻ വെറുപ്പാണെന്നും അവിടെയുള്ള മനുഷ്യരെല്ലാം വളരെ മോശപ്പെട്ടവരാണെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മീഡിയക്കാരും പലതരത്തിലുള്ള മീഡിയയൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടേക്കാണ് മാഹിനെ പോലുള്ള ആൾ കടന്നു ചെല്ലുന്നത്. ഇപ്പോൾ മാഹിന്റെ വീഡിയോ കാണാൻ നേരത്ത് അവിടെയുള്ള മനുഷ്യരെ കാണുമ്പോൾ, അവിടെയുള്ള മനുഷ്യർ മാഹിനോട് എങ്ങനെ പെരുമാറുന്നു കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും വലിയ മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ മാഹിന്റെ വിജയം. നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാഹിന്റെ മൂന്നാമത്തെ വീഡിയോ, ഇസ്രായേലിൽ ചെന്നിട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതല്ലാതെ വേറൊരു കാര്യം എനിക്ക് പറയാനില്ല. മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്തു. നമ്മൾ വാസ്തവ വിരുദ്ധമായി പല കാര്യങ്ങളും പറയുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ മാഹിന്റെ വീഡിയോ നോക്കുക, ആൾക്കാരിലേക്ക് എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നു നമ്മൾ നോക്കുക. അതാണ് ഒരു സഞ്ചാരി ചെയ്യേണ്ടത്. നമ്മൾ രാഷ്ട്രീയത്തിന്റെ പക്ഷം പിടിക്കാതെ കൃത്യമായ രീതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അവിടുത്തെ മനുഷ്യനെ പറ്റി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തുള്ള വെറുപ്പുകൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ മാഹിന് മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് വലിയ കാര്യമാണത്. ഒരു പേജ് കാണുന്ന ഫോളോ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം.